ബുള്ളറ്റിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ വിശ്വട്ടം പറഞ്ഞു ഇവിടെ ആളെ ആളില്ലേ മോള്? നീ ആ പെട്ടിയും കൂടെ അഴിച്ചോ. ആ എന്തൂട്ട് തേങ്ങയായാലും വേണ്ടില്ല, ഒന്നുകിൽ സൂപ്പർ സ്റ്റാർ വേണം, ഇല്ലെങ്കിൽ ഇവിടെ നിഷയുടെ പോലെ ഐറ്റം വേണം. ഞാനിവിടെ പുണ്യം കിട്ടാനൊന്നുമല്ലോ തുറന്നു വെച്ചേക്കണത്. പുതുമുഖങ്ങളുടെ പടം എന്നൊക്കെ പറഞ്ഞാ നമ്മുടെ തിയേറ്ററിൽ കളിക്കാൻ പറ്റില്ലാട്ടാ. ഒരു വിധത്തിലാ പിടിച്ചു നിൽക്കണത്. ഞാൻ പോണാ വെച്ചേ. ഹൈ, മനുഷ്യനിവിടെ ഒരു വിധത്തിലേ 2 തുണ്ടുപടമൊക്കെ കളിച്ച് തട്ടി മുട്ടി അങ്ങോട്ട് കഴിഞ്ഞു പോവാ. അപ്പോഴാ ഓന്റെ ഒരു പുതുമുഖങ്ങളുടെ പടം നമ്മുടെ ഐറ്റത്തിൽ ലഭിച്ചു. പിന്നെ ഇത്തവണ നിഷ തകർത്തിട്ടുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റും 2 കുളിസീനുണ്ട്. ഒരു ഫസ്റ്റ് നൈറ്റേ ഉള്ളൂ. എന്താ ഇത് കണ്ടോ? എന്താ ഇത്? കീറി കളയത് അച്ചു കാണണ്ട. അവളുടെ ഒരു വേഷം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ടോക്ക് പോയിന്റിലേക്ക് സ്വാഗതം. ടോക്ക് പോയിന്റിൽ നമ്മൾ ഇന്ന് മുന്നോട്ട് വെക്കുന്ന വിഷയം കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന അശ്ലീല ചിത്രങ്ങളുടെ അതിപ്രസരത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ അംഗം ശ്രീമതി ഓമന ജോസഫ്, പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ കണ്ണൻ പിണ്ടിമന, അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ, നിർമ്മാതാവ് ശ്രീ ഫിലിപ്പ് വടക്കൻ, പിന്നെ സ്റ്റുഡിയോയിലെ ഓഡിയൻസും. ശ്രീമതി ഓമനയിൽ നിന്ന് തന്നെ തുടങ്ങാം. അശ്ലീല ചിത്രങ്ങളുടെ ഒരു കുത്തൊഴുക്കാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള സംസ്കാരത്തിന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇവിടെ ചർച്ചാ വിഷയമാവേണ്ടത് കേരളത്തിലെ ആണുങ്ങളുടെ സംസ്കാരമാണ്. ഒരുതരം വോയറിസ്റ്റിക് പ്ലഷറിൽ പെട്ടിരിക്കുകയാണ് ഇവിടുത്തെ പുരുഷന്മാർ. അതിന്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ തുടർച്ചയായി വിജയിക്കുന്നത്. മാഡം, ആണുങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കരുത്. നിങ്ങൾ ഈ പറയുന്ന സിനിമകളിൽ അഭിനയിക്കുന്ന സ്ത്രീകളെ പറ്റി നിങ്ങളെന്ന് പറയുന്നു. നിഷ, രേഷ്മ, സജന. ഇത്തരത്തിലുള്ളൊരു ചിത്രം നിർമ്മിച്ച ഒരാളെന്ന നിലയ്ക്ക് മിസ്റ്റർ ഫിലിപ്പ് വടക്കന് എന്താണ് ഈ പ്രവണതയെക്കുറിച്ച് പറയാനുള്ളത്? നിങ്ങൾ ഇത്ര പോസ്റ്റ്മോർട്ടം ചെയ്ത് ചർച്ച ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാണികൾക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. സിനിമയിലൂടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്ഷൻസിലൂടെ അതൊക്കെ കാണുവര്. പിന്നെ 2 സൂപ്പർ സ്റ്റാറുകൾ വെച്ച് പടം ചെയ്ത ഒരാളാണ് ഞാൻ. ഈ 2 ചിത്രങ്ങളുടെയും സാമ്പത്തിക പ്രശ്നങ്ങൾ മുഴുവൻ തീർത്തത് ഈ ഒരൊറ്റ നിശാ ചിത്രം കൊണ്ടാണ്. അടുത്തതായി അഡ്വക്കേറ്റ് ബാലചന്ദ്രൻ എന്താണ് പറയാനുള്ളത്? ഇവിടെ പ്രതിക്കൂട്ടിൽ നിർത്തേണ്ടത് ആണിനെയോ പെണ്ണിനെയോ അല്ല, ഇത്തരം ചിത്രങ്ങൾ എടുക്കുന്നവരെയും അതിന് യാതൊരു റെഗുലേഷൻസും വെക്കാതെ റിലീസിംഗിന് അനുവദിക്കുന്ന സർക്കാരിനെയുമാണ്. സ്കൂളുകളുടെയും ദേവാലയങ്ങളുടെയും മതിലുകൾ വരെ ഇത്തരം ചിത്രങ്ങളുടെ പോസ്റ്റ് ഒട്ടിച്ച് നിറച്ചിരിക്കുന്നു. പണത്തിന് വേണ്ടി എത്ര തരം താഴാൻ ഇവർക്ക് യാതൊരു മടിയില്ല. മിസ്റ്റർ കണ്ണൻ, നിങ്ങൾ മലയാളത്തിലെ ഒരു സൂപ്പർ സംവിധായകനാണല്ലോ. ഈ ചിത്രങ്ങൾ മലയാള സിനിമയെ എങ്ങനെ ബാധിക്കുന്നു?
മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ശാപമാണ് നിഷ. അവർ ഒരു തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണല്ലോ നമ്മുടെ യുവാക്കൾക്കിടയിൽ. ഈ പെണ്ണൊരുമ്പിട്ടാലെന്ന് നമ്മുടെ പഴമക്കാർ പറയും. ഇവിടെ നിഷയും അവളെ പോലുള്ളവരും ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ് മലയാള സിനിമയെ നശിപ്പിക്കാൻ. ഇത് അനുവദിക്കരുത്. ഈ 100 മെസ്സേജ് എന്റെ ഫോണിലുണ്ട്. വേർത്തുന്നാണ്ടില്ലേ അവന്റെ അമ്മയുടെ ഒരു സാരി. ഈ സാരി കൊടുത്ത് ഞാൻ വേലക്കാരിയായിട്ട് അഭിനയിക്കണം. ഇത് മുട്ടുവരെ പൊക്കി കുത്തി കുനിഞ്ഞിരുന്ന നിലം തുടയ്ക്കണം. കുനിഞ്ഞു അങ്ങോട്ട് കുനിയാൻ പറയുന്നത് എന്തിനാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് കണ്ട് വെള്ളം ഇറക്കാൻ കുറെ അവന്മാർക്ക് അത്ര കളഞ്ഞാ പോരെ. അഴുത പോലെ കുറെ മറന്നോളും സാധാരണ മൂർത്തികൾ. ഓ, ഇവരെ കൊണ്ടാണല്ലോ ഞാനിപ്പോ ജീവിക്കണേ. അത് ഞാനങ്ങ് മറന്നു. ഇത് തീർന്നോ? ഈ കുന്തം തീർന്നോന്ന്? വീടും ആരാധകർ ആരും വരുന്നതിന്റെ അഭിനയം കാണാനൊന്നും അല്ല, മൂടും കാണാൻ വേണ്ടി തന്നെയാണ്. മടുത്തടോ, ശരിക്കും മടുത്തു. എന്റെ പേര് പോലും ഞാൻ മറന്നുപോയി. ഇപ്പൊ വേറെ ശവം, ഇത്തിരി മാംസം മാത്രം ബാക്കിയുള്ള ശവം. ഇത് കൊത്തി തിന്നാനും കഴിവന്മാർ കാത്തു നിൽപ്പുണ്ട്. ഞാനൊരു പെണ്ണല്ലേടോ, ആരോടൊക്കെ വാശി തീർക്കാൻ വേണ്ടി തുടങ്ങിയതാ. അതിങ്ങനെയായി. ഒന്നും വേണ്ടായിരുന്നു. ഇനിയിപ്പോ പരാതി പറഞ്ഞിട്ടെന്തിനാ? നീ ഭക്ഷണം കഴിച്ചോ? രാത്രി പോയി കിടന്നു. ഈ ചെട്ടിയാർ സാറിന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ കിട്ടുന്നത് നിന്റെ ഭാഗ്യവണ്ണേ. സാറൊന്ന് കരിഞ്ഞ നീ നാളെ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സെക്സ് ബോംബാ. நான் ஏத்தி விட்டங்கத்தா. இந்த கோலிவுட்டிலும் பாலிவுட்டிலும் தோலிவுட்டிலும் கோட்டி கட்டி பறக்குறாங்க.
ദേ വിളിക്കുന്നു നിഷ. ആ. ഹലോ മാഡം. കുമാരെ ചെട്ടിയാ സാർ അഡ്വാൻസുമായിട്ട് ആളെ വിടാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആരും കണ്ടില്ല. സാറ് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. അയ്യോ ഇതുവരെ എത്തിയില്ലേ? ഞാനൊന്ന് സാറിനെ വിളിച്ചിട്ട് ഇപ്പൊ അങ്ങോട്ട് തിരിച്ചു വിളിക്കാൻ പറയാം. നിഷ முண்டோ அந்த பொண்ணை வச்சு நான் 2 படம் பண்ணேன். எந்த அட்ஜஸ்ட்மெண்ட்டுக்கு நிக்காம அவ 2 படத்துல என்ன ஏமாத்திட்டேன். காசும் அதிகமா வாங்கிட்டேன். അവളുടെ കാര്യം ഇനി പോക്ക. അഡ്വാൻസ് കൊടുത്തവര് പോലും തിരിച്ചു ചോദിക്കുന്നെന്നാ കേട്ടത്.